ഈശ്വരനിൽ വിശ്വാസം ഉള്ളവരാണെങ്കിൽ കൂടിയും ചില സന്ദർഭങ്ങളിൽ ഈശ്വരൻ ഒരു പക്ഷപാതിയല്ലേ, കരുണയില്ലാത്തവനല്ലേ എന്നൊക്കെ ചിലർക്ക് തോന്നാം. കാരണം ഈശ്വരനാണ് എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഈശ്വരൻ കാരുണ്യവാനാണ് എങ്കിൽ ഒരേപോലെ എല്ലാവരെയും സൃഷ്ടിച്ചുകൂടെ? ചിലരെ മാത്രം അത്യന്തം സുഖമുള്ളവരായിട്ടും ചിലരെ മാത്രം അത്യന്തം ദുഃഖമുള്ളവരായിട്ടും ചിലരെ സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ട് അനുഭവിക്കുന്നവരായിട്ടുമൊക്കെ ഈശ്വരൻ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യമെന്ത്? കാരുണ്യം ഉള്ളവനാണെങ്കിൽ എല്ലാവരെയും സമമായിട്ട് സൃഷ്ടിച്ചുകൂടെ എന്ന് ചിന്തിക്കാം. ഇതിന് ഉള്ള ഒരു ഉത്തരം ശ്രീ ശങ്കരാചാര്യർ തൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. ഈശ്വരനെ നാം കാണേണ്ടത് പർജന്യത്തെ പോലെയാണ്. പർജന്യം എന്ന് പറഞ്ഞാൽ മേഘം എന്നർത്ഥം. മഴ പോലെ വേണം ഈശ്വരനെ കാണാൻ എന്നാണ്. മഴ എല്ലാവർക്കും ഒരുപോലെയാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2 വയലുകൾ. ഈ 2 വയലുകളിലും വിത്ത് വിതച്ചതിന് ശേഷം ഈ 2 വയലുകളിലും മഴ ഒരേപോലെ പെയ്തിറങ്ങുന്നു. എന്നാൽ ഒരു വയലിൽ മാത്രം നന്നായിട്ട് അതിൻ്റെ വിളവുണ്ടായില്ല, മറ്റൊരു വയലിൽ വളരെ മനോഹരമായിട്ട് അത് തഴച്ചു വളർന്നു, നല്ല വിളവ് കിട്ടി. ഏത് വയലിലാണോ വിളവ് നന്നായിട്ട് കിട്ടാത്തത്, ആ വയൽ മഴയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മഴ രണ്ടിടത്തും ഒരേപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് സാധാരണമായിട്ട് പെയ്തിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഒരു വയലിൽ വേണ്ട തരത്തിലുള്ള വളർച്ച ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്താണ്? ആ വിത്തിൻ്റെ കുഴപ്പമാണ്. ഇതുപോലെ തന്നെ മഴ പോലെ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹവും എല്ലാവരിലും ഒരേപോലെ തന്നെയാണ് പെയ്തിറങ്ങുന്നത്. ഓരോരുത്തരുടെയും കർമ്മമാണ് സുഖദുഃഖങ്ങളെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ സൃഷ്ടി നടത്തിയിട്ടുള്ളത് ഈ കർമ്മത്തെ ആശ്രയിച്ചു കൊണ്ടാണ്. സ്വതന്ത്രനായിട്ട് ഒന്നിനെയും ആശ്രയിക്കാതെ സൃഷ്ടി നടത്തുക അല്ല ചെയ്തത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈശ്വരനെ നമുക്ക് പക്ഷപാതി എന്നൊക്കെ പറയാമായിരുന്നു. അപ്പോൾ പർജന്യത്തെ പോലെ, മഴ പോലെ ഈശ്വരാനുഗ്രഹം ഒരു പക്ഷപാതവുമില്ലാതെ എല്ലാവരിലും വളരെ സമാനമായിട്ട് ആണ് പെയ്തിറങ്ങുന്നത്. ആ അനുഗ്രഹ വർഷം എല്ലാവരിലും തുല്യമായിട്ടാണ് പെയ്തിറങ്ങുന്നത്. അതുകൊണ്ട് ഈശ്വരന് യാതൊരു തരത്തിലുള്ള കുറ്റവും നമുക്ക് ആരോപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ശരിയായ കർമ്മം ചെയ്ത് സുഖവും നല്ല ജീവിതവും നേടാൻ നാം ശ്രമിക്കുക.